പക്ഷേ എൻഡ് ഗെയിമിന് ശേഷം സംഭവിച്ചത് ഇതിലും വലിയ പ്രശ്നമാണ്, മൾട്ടിവേഴ്സ്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സീരീസാണ് ലോക്കി. ലോക്കി സീസൺ 1ന്റെ അവസാനം സിൽവി ഹി ഹു റിമെയിൻസിനെ കൊല്ലുന്നു. ഹി ഹു റിമെയിൻസ് ആണ് സേക്രഡ് ടൈം ലൈനെ നിയന്ത്രിച്ചിരുന്നത്. അയാൾ മരിച്ചതോടെ ടൈം ലൈൻ ബ്രാഞ്ച് ആകാൻ തുടങ്ങുകയും മൾട്ടിവേഴ്സ് വീണ്ടും തുറക്കുകയും ചെയ്യുന്നു. മാർവൽ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ലോക്കി സീരീസിൽ ഉണ്ടായ സംഭവങ്ങളാണ് സ്പൈഡർമാൻ നോ വേ ഹോം, ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് മാഡ്നസ് പോലുള്ള മൾട്ടിവേഴ്സൽ സ്റ്റോറീസിന് വഴിയൊരുക്കിയത്. അതിനുശേഷം സ്പൈഡർമാൻ നോ വേ ഹോം പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി എല്ലാവരും മറക്കണമെന്നതിനായി ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ല് ചെയ്യുന്നു. സ്പെല്ല് തെറ്റിപ്പോവുകയും മറ്റു യൂണിവേഴ്സിൽ നിന്ന് പല ക്യാരക്ടേഴ്സ് MCUയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് മൾട്ടിവേഴ്സ് MCUയിൽ ഒരു വലിയ റിയാലിറ്റിയായി മാറുന്നത്. പിന്നീട് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് മാഡ്നസിൽ നമ്മൾ മൾട്ടിവേഴ്സ് എത്ര ഡേഞ്ചറസ് ആണെന്ന് കാണുന്നു. ഡിഫറന്റ് യൂണിവേഴ്സ് തമ്മിലുള്ള ഇൻവേർഷൻ എന്ന ഫിനോമിനൻ ഉണ്ടാകുന്നു. ഒരു യൂണിവേഴ്സിലുള്ള ഒരാൾ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോയി വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ രണ്ട് യൂണിവേഴ്സും തമ്മിൽ കൊളിഷൻ ഉണ്ടായി ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് നശിക്കുമെന്നത് കാട്ടിത്തന്നു. ഇനി വാണ്ടയുടെ സ്റ്റോറിയും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. വാണ്ട വിഷൻ എന്ന സീരീസിന് ശേഷം വാണ്ട ഡാർക്ക് ഹോൾഡ് ഉപയോഗിക്കുകയും സ്കാർലറ്റ് വിച്ചായി മാറുകയും ചെയ്യുന്നു. മൾട്ടിവേഴ്സിലെ തന്റെ ആൾട്ടർനേറ്റീവ് വേർഷന്റെ ജീവിതവുമായി ബന്ധപ്പെടാൻ അവൾ ശ്രമിക്കുന്നു. ഒടുവിൽ വാണ്ട ഡാർക്ക് ഹോൾഡിനെ എല്ലാ യൂണിവേഴ്സിൽ നിന്നും ഡിസ്ട്രോയ് ചെയ്യുന്നു. അതോടെയാണ് MCUവിന്റെ മൾട്ടിവേഴ്സ് ആകെ ശരിക്കും സീരിയസ് ആകുന്നത്. ഇതിനിടയിൽ ലോക്കി സീസൺ 2യിലൂടെ TVAയുടെയും ടൈം ലൈന്റെയും സ്റ്റോറി കൂടുതൽ വലിയ രീതിയിൽ മാറുന്നു. ലോക്കി ഒടുവിൽ ടൈം ലൈൻസിനെ രക്ഷിക്കാൻ എൻഡ് ഓഫ് ടൈമിൽ തുടരുന്നു. ഒരു വലിയ പവർഫുൾ കോസ്മിക് ഫിഗറായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് മൾട്ടിവേഴ്സ് ഇപ്പോൾ ഒരൊറ്റ ടൈം ലൈൻ അല്ല, കൗണ്ട്ലെസ് റിയാലിറ്റീസ് ഉള്ള ഒരു വലിയ സിസ്റ്റമായി മാറുന്നു.